വിശദമായി നോക്കാം. ഓരോ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം നിലമ്പൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. അറിയാം അൻവറിന്റെ നിലപാട് ഉടൻ. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാവുകയാണ്. UDFന്റെ ഭാഗമാകാതെ ഇനി ചർച്ചയ്ക്കില്ലെന്നാണ് അൻവറിന്റെ നിലപാട്. തൃണമൂൽ യോഗവും ഇന്ന് ചേരും. രാവിലെ ഇപ്പോൾ 9 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അൻവർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ മാധ്യമ പത്രസമ്മേളനം ഇപ്പോൾ തന്നെ ആരംഭിക്കും. ഇന്ന് ചേരുന്ന UDF യോഗം അൻവർ വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട്. MS അനീഷ് കുമാർ നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനീഷിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ തന്നെ അൻവറിന്റെ പ്രസ് മീറ്റ് ആരംഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലപാട് അറിയിക്കുവാൻ വേണ്ടിയാണോ അൻവർ എത്തുന്നത് എന്നുള്ളതാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും തൃണമൂൽ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന നിലപാട്, അല്ലെങ്കിൽ അൻവർ തന്നെ നിലമ്പൂരിൽ തൃണമൂൽ സ്ഥാനാർത്ഥി ആകണമെന്ന ഏകാഭിപ്രായമായി തൃണമൂലിൽ ഇന്നലെ തീരുമാനം ഉയർന്നു വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അൻവർ എന്ത് നിലപാട് പറയാനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ആകാംക്ഷ. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, അൻവർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുകയാണ്. വളരെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം? അൻവർ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇന്നലെ രാത്രി വരെ അൻവറിന്റെ മുന്നണി പ്രവേശം ഏതാണ്ട് തൃശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇനി അൻവറിനോട് നേരിട്ട് ഒരു ചർച്ചയും നടത്തേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം ഉള്ള മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടന്നു. എന്നാൽ ആ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഈ VD സതീശനെ, പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു രീതി തന്നെ അൻവർ തുടരുന്നതാണ് ഇന്നലെയും കാണാൻ കഴിഞ്ഞത്. KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച പോലും VD സതീശൻ അട്ടിമറിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം രാജ്യഭീഷണി മുഴക്കിയതുകൊണ്ടാണ് താൻ 2.5 മണിക്കൂറോളം കോഴിക്കോട് കാത്തു നിന്നിട്ടും KC വേണുഗോപാലിനെ കാണാൻ കഴിയാതെ വന്നത് എന്ന് അൻവർ ആരോപിച്ചിരുന്നു. അതിനു മുമ്പും അൻവർ VD സതീശനെ വ്യക്തിപരമായി പരാമർശിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ 2 ഇടങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഒന്ന്, മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെയാണ് ആദ്യം തള്ളിപ്പറഞ്ഞത്. അദ്ദേഹത്തിന് ജയസാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി താൻ ഈ മുന്നണിയുടെ ഒപ്പം പോയാൽ പോലും ആര്യാടൻ ഷൗക്കത്തിനെ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിച്ചെടുക്കുക അങ്ങേയറ്റം ദുഷ്കരമാണെന്നൊക്കെ പറയുമ്പോൾ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങൾ തന്നെയാണ് പുറത്തുള്ളത്. അത് മാറ്റി പറയണം, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയുടെ മേന്മകൾ പറഞ്ഞ് ഇനി അൻവർ രംഗത്ത് വരണം എന്നതാണ് കോൺഗ്രസ് ഏറ്റവും പരമപ്രധാനമായി ഇപ്പോഴും പറയുന്ന ഒരു കാര്യം. പിന്നീട് VD സതീശനെതിരായ പരാമർശങ്ങൾ അത് തനിക്കെതിരായ വ്യക്തിപരമായ പരാമർശങ്ങളാണ്. അക്കാര്യം താൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ മുന്നണിക്കൊപ്പം വരാൻ കഴിയില്ല എന്നാണ് സതീശൻ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഇന്നലെ തൃണമൂൽ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി UDFന്റെ വാതിലുകൾ മുട്ടി നടക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇന്നലത്തെ യോഗത്തിൽ എത്തിച്ചേർന്നത്. പക്ഷേ ആ യോഗത്തിന് ശേഷവും പിന്നീട് പല തരത്തിലുള്ള കൂടിയാലോചനകൾ UDF നേതാക്കളുമായി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്തിയില്ലെങ്കിൽ പോലും മധ്യസ്ഥർ വഴി ചില ചർച്ചകൾ നടന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ചർച്ചകളിൽ എന്തെങ്കിലും ഫലം ഉണ്ടായോ, അതോ താൻ മത്സരിക്കും എന്ന തീരുമാനം പ്രഖ്യാപിക്കാനാണോ അൻവർ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും കോൺഗ്രസ് പറഞ്ഞതനുസരിച്ച് UDFന് ഉപാധിരഹിതമായി പിന്തുണ നൽകി സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞ പരാമർശങ്ങൾ പിശക് പറ്റിയെന്ന് സമ്മതിച്ചാൽ ഏത് നിമിഷവും PV അൻവറിന് UDFലേക്ക് വരാം. UDFന്റെ ഒരു അസോസിയേറ്റ് അംഗമായി മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഈ അൻവർ കീഴടങ്ങിയാൽ 10 മിനിറ്റിനുള്ളിൽ നടത്തും എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. അതുകൊണ്ടൊരു സമവായത്തിന്റെ ഭാഷയിലേക്ക് നിരുപാധികം കീഴടക്കുകയാണെങ്കിൽ ഇനിയും ഒരു ചാൻസ് അവശേഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ മറക്കാനും പൊറുക്കാനും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകും. UDFലേക്ക് കയറ്റും എന്ന് അനുമാനിക്കാം. പക്ഷേ അൻവർ കീഴടക്കണം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇന്നലെയും എല്ലാ നേതാക്കളും പറഞ്ഞത്. ഇനി തങ്ങളായി മുൻകൈയെടുത്ത് PV അൻവറുമായി ഒരു ചർച്ച നടത്തില്ല. ഉപാധികളില്ലാതെ പൂർണ്ണമായ ഒരു കീഴടങ്ങൽ പ്രഖ്യാപിച്ചാൽ അൻവറുമായി ചേരുന്നതിന് ഇനിയും ഒരു തടസ്സവുമില്ല എന്നാണ് UDF നേതാക്കൾ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്നായി മാറുന്നത് 2 വട്ടം MLA ആയ മണ്ഡലത്തിലെ വോട്ടുകളിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് അൻവർ. അതുകൊണ്ട് അൻവറിനെ പിണക്കിയാൽ സർക്കാർ വിരുദ്ധമായി കിട്ടാൻ ഇടയുള്ള വോട്ടുകൾ പിന്നീടും
വീണ്ടും ചിതറിപ്പോകും. മൂന്നായി ചിതറിയാൽ ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയസാധ്യതകളെ പോലും അത് ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം എന്നൊരു വിലയിരുത്തൽ UDF ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് ഈ നിമിഷമാണെങ്കിൽ പോലും അൻവർ നിരുപാധികം കീഴടങ്ങി താൻ പറഞ്ഞ വാക്കുകളൊക്കെ പിശുക്കിപ്പോയെന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയുന്നതാണ്. കാരണം നമുക്ക് നേരത്തെ അറിയാം, LDF പാളയത്തിൽ നിന്നപ്പോഴും UDF നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ അഴിമതി VD സതീശനെതിരെ വ്യക്തിപരമായി പോലും അധിക്ഷേപങ്ങൾ നടത്തിയ ആളാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നത നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിച്ച ആളാണ്. KC വേണുഗോപാലിനെതിരായി നിശ്ചിതമായ ഭാഷയിൽ സംസാരിച്ച ആളാണ്. പക്ഷേ അതൊക്കെ LDF മുന്നണിയുടെ ഭാഗമായി നിന്നപ്പോൾ പിണറായി വിജയന്റെ കീഴിൽ നിന്ന കാലത്തുള്ള പരാമർശങ്ങളാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒന്നും സ്ഥിരമായില്ല, അല്ലെങ്കിൽ സ്ഥിരമായ ശത്രുക്കൾ രാഷ്ട്രീയത്തിലില്ല. KM മാണിക്ക് എതിരായി വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച CPM-ന് അതേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിലെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒന്നും രാഷ്ട്രീയത്തിൽ സ്ഥിരമല്ല, പറഞ്ഞ വാക്കുകൾക്കും ഒരു സ്ഥിരതയില്ല. അതുകൊണ്ട് അൻവർ ഇതുവരെ പറഞ്ഞ നിലപാടുകളെല്ലാം തള്ളി UDF-ലേക്ക് താൻ എത്തുന്നു, താൻ സ്വാഭാവികമായ ഒരു കീഴടങ്ങൽ പ്രഖ്യാപിക്കുന്നു. അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ച് UDF-ന് സമയം പാഴാക്കേണ്ടതില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം അവർ അങ്ങേയറ്റം നിർണായകമായി കരുതുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്നു. ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും എന്ന് നേതാക്കൾക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കീഴടങ്ങലിന് PV അൻവർ തയ്യാറായാൽ അല്പസമയത്തിനുള്ളിൽ അനുബന്ധ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും. തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലെ UDF സംവിധാനത്തിന്റെ ഒരു അസോസിയേറ്റ് അംഗമാക്കും. ഒരു മുന്നണിയിലെ കക്ഷി എന്ന രീതിയിലുള്ള പരിഗണനകൾ ലഭിക്കും. എന്തായാലും അക്കാര്യങ്ങളൊക്കെ ഈ PV അൻവറിന്റെ നാവിൻ തുമ്പിലാണുള്ളത്. അത് എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാം. അനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ട് ബാങ്കിനെ അവിടെ സ്വാധീനിക്കുന്ന നിർണായക ശക്തി തന്നെയാണ് അൻവർ. അതിലൊരു സംശയവുമില്ല. UDF-ന് ഇപ്പോൾ കയ്യിൽ വെക്കാൻ കഴിയുന്ന ഒരു ഗംഭീര തുറുപ്പുചീട്ടുമാണ്. പക്ഷെ അതിനെ വേണ്ട വിധത്തിൽ അനുനയിപ്പിച്ച് കൂടെ നിർത്തി അത് ഈ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം അവിടെ വന്നത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ അവസാന നിമിഷത്തിലും സ്ഥാനാർത്ഥിത്വ ഭീഷണി അടക്കം മുഴക്കുമ്പോഴും ഈ വോട്ട് ബാങ്ക് ഒക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു നിർണായക ഫാക്ടർ ആവാൻ അൻവറിന് സാധിക്കും എന്ന ഉറപ്പുള്ള ഒരു സ്ഥലത്ത് പോലും അൻവറിനെ ഒപ്പം കൂട്ടുന്നതിൽ എന്താണ് പുറകോട്ട് വലിക്കുന്നത്? ചില നേതാക്കളെങ്കിലും അവർക്ക് ഈ മുഖം തിരിക്കാനുള്ളൊരു പ്രശ്നം. അൻവറിന് പൂർണ്ണമായും മെരുങ്ങാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? മറ്റെല്ലാം മറന്ന് വോട്ടിന് വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമവായ നീക്കത്തിലേക്ക് എല്ലാം മറന്നുകൊണ്ട് എത്താമെന്ന് ഇപ്പോഴും UDF-ന് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്താൻ കഴിയാത്തത്? ആര്യ, അതിൽ ഏറ്റവും ലഘുവായ ഉത്തരം അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഔട്ട്സ്പോക്കൺ എന്നതാണ്. കാരണം അദ്ദേഹം ഔട്ട്സ്പോക്കണായ ഒരാളാണ്. ഏത് സമയത്ത് ഏത് രീതിയിലാണ് അൻവറിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാവുക, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു 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 പുലിയെപ്പോലെ ചാടി നിൽക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം പതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച, അതായത് ഒരു ദയനീയതയുടെ സംഭാഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. താൻ നഗ്നനായി നിൽക്കുന്ന തന്റെ നേരെ ചെളി വാരി എറിയുന്നു. UDF തനിക്ക് ദയാവാദം കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പദാവലി തന്നെ നോക്കിയാൽ മതി. ഒരുപക്ഷെ LDF-നെ വിമർശിച്ചതിനേക്കാൾ രൂക്ഷമായി UDF-നെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് അഭയം തേടി ചെല്ലുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഈ ഔട്ട്സ്പോക്കണായ PV അൻവറിനെ ഒരു ഭയം തന്നെ UDF നേതാക്കൾക്കുണ്ട്. കാരണം ഈ മുന്നണിയിലേക്ക് കയറിയാലും പിന്നീട് അൻവറിന്റെ പ്രതികരണങ്ങൾ എങ്ങനെയാവും, അൻവർ പല പല വിഷയങ്ങളോട് പ്രതികരിക്കുന്നത് ഏത് രീതിയിലാവും എന്നത് സംബന്ധിച്ച കൃത്യമായ ആശയക്കുഴപ്പം ഇപ്പോഴും UDF-നുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു പ്രധാന നേതാവായിരുന്നു മലപ്പുറത്ത് PV അൻവർ. അതിനുശേഷമാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്, ജയിക്കുന്നത്. പിന്നീട് ആ LDF-നെ തന്നെ തള്ളിപ്പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് ആദ്യം KC മുതൽ പ്രവർത്തിക്കാൻ അവസരം നൽകിയ കോൺഗ്രസിനെ ആദ്യം തള്ളിപ്പറയുന്നു, പിന്നീട് CPM-നെ തള്ളിപ്പറയുന്നു, മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നു. ഇതിനുശേഷം UDF-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് UDF ഇതൊരു തലവേദനയാകുമോ എന്നൊരു ആശങ്ക പലർക്കുമുണ്ട്. PC ജോർജ് ഈ UDF-ന് മുന്നിലുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കാരണം PC ജോർജ് ഒരു കാലത്ത് UDF രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു കാലം കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും നിർണായകമായ ആകാംക്ഷകൾ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഷൗക്കത്തിന്റെ എതിരാളികൾ ആരാണ് എന്നുള്ളത് നമുക്കറിയണം. LDF പാളയത്തിൽ നിന്ന് ആരാണ് ഇറങ്ങാൻ പോകുന്നത് എന്നൊക്കെ ആകാംക്ഷയായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയെ ഇന്ന് തീരുമാനിക്കും. തിരുവനന്തപുരത്ത് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനം പിന്നാലെ നടക്കുന്ന മുന്നണി യോഗത്തെ അറിയിച്ച ശേഷമാകും പ്രഖ്യാപനം. പൊതു സ്വതന്ത്രൻ വേണോ അതോ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണോ എന്നതിലായിരുന്നു CPM-ൽ
ആലോചന. വി അരുൺ ഉണ്ട്. അരുൺ, 1 പവൻ തൂക്കം ആർക്കാണ്? പൊതു സ്വതന്ത്രനായിരിക്കുമോ അതോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരാളെ തെരഞ്ഞെടുക്കുകയായിരിക്കുമോ ചെയ്യുക? അതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും CPM-ൽ ചില ചർച്ചകൾ സജീവമായി തന്നെ ഇപ്പോഴും തുടരുന്നു. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടുണ്ടെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാകും ഇപ്പോൾ CPM കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. കാരണം PV അൻവർ സ്ഥാനാർത്ഥിയായാൽ CPM ചിഹ്നത്തിലാണെങ്കിൽ പോലും ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അവിടെ വിജയിച്ച് കയറാം, മണ്ഡലം നിലനിർത്താമെന്നൊരു അഭിപ്രായം വലിയൊരു വിഭാഗം CPM നേതാക്കൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ എം സ്വരാജ് എന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലമ്പൂർ സ്വദേശി തന്നെ മത്സരിക്കണമെന്ന അഭിപ്രായമാണുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താകും അതിൽ നിലപാടെടുക്കുക? സ്വരാജിനെ പോലെ പ്രധാനപ്പെട്ട നേതാവിനെ സംസ്ഥാന സെക്രട്ടറി അംഗത്തിൽ ഒരു പരീക്ഷണത്തിന്, അതൊരു ഉപതെരഞ്ഞെടുപ്പിൽ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രിയും CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ വലിയൊരു വിഭാഗം നേതാക്കൾ പറയുന്നത് PV അൻവർ മത്സരിക്കുക കൂടി ചെയ്താൽ അവിടെ CPM-ന്റെ സാധ്യതകൾ വർദ്ധിക്കും. കാരണം PV അൻവർ ഏതാണ്ട് 90,000-ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുണ്ട്. ആ വോട്ട് വലിയ രീതിയിൽ ഭിന്നിച്ചു പോകാൻ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വഴിവെക്കും. SDPI സ്ഥാനാർത്ഥി നിർത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ SDPI എടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു. ഓക്കെ, മീറ്റിംഗ് ഉണ്ട്, അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അത് 11 മണിക്ക്. ആ ഒരു ദിവസത്തിൽ ഇന്നത്തെ വൈകുന്നേരത്തിന് ശേഷം തീരുമാനം പറയുന്നതാണ്. അതായത് UDF-ന്റെ യോഗം 7 മണിക്കാണല്ലോ. അപ്പൊ അതിനുശേഷം ഒരു സെക്രട്ടേറിയറ്റ് കൊണ്ട് കൂടട്ടെ. ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്, മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, നമ്മളിപ്പോൾ PV അൻവറിന്റെ വാക്കുകളാണ് കേട്ടത്. അവിടെ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി അൻവർ എത്തിയിരുന്നു. പക്ഷെ അൻവർ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ താൻ നിലപാടും അഭിപ്രായവും ഒന്നും ഈ വിഷയത്തിൽ പറയുന്നില്ല. ഇപ്പോൾ യോഗം ചേരാൻ പോവുകയാണ്, തൃണമൂൽ യോഗമുണ്ട്. അതിനുശേഷം കമ്മിറ്റി കൂടിയതിന് ശേഷം 11 മണിയോടുകൂടി നിലപാട് പറയാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് നേരത്തെ രാവിലെ തന്നെ അറിയിച്ചത് കാരണം മാധ്യമങ്ങളെല്ലാം അവിടെ വാർത്താ സമ്മേളനത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ തനിക്ക് പറയാൻ കഴിയില്ല, 11 മണിയോടുകൂടി നിലപാട് അറിയിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പറയുവാൻ വേണ്ടിയാണോ അൻവർ 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്? അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെയുള്ള VD സതീശന് എതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ പോലുള്ള വിമർശനങ്ങളൊക്കെ തുടരാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് അൻവർ പറയുന്നു, എന്തുകൊണ്ട്? ആര്യ, മുസ്ലിം ലീഗ് നേതാക്കൾ, UDF-ലെ പല നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പലരും തന്നെ ഇന്ന് വിളിച്ച് ഇന്ന് പകൽ കൂടി ഒന്ന് കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ കൂടി നിലപാട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനോടകം മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരം UDF യോഗത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തിന് ശേഷമാകും ഇനി നിലപാട് പ്രഖ്യാപിക്കുക. അതിന് മുൻപ് തീരുമാനിച്ചിരുന്ന സംസ്ഥാന സമിതി യോഗങ്ങളും മറ്റ് യോഗങ്ങളും ഒക്കെ അതുപോലെ തന്നെ നടക്കും. പക്ഷേ തീരുമാനം പറയുക ഇന്ന് വൈകുന്നേരം UDF-ന്റെ നിലപാട്, UDF അവരുടെ പ്രശ്നപരിഹാര ഫോർമുല അല്ലെങ്കിൽ എന്താണോ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം അത് പങ്കുവച്ചതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് PV അൻവർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പകൽ കൂടി നിലമ്പൂരിലെ അൻവറിന്റെ സസ്പെൻസ് തുടരും. UDF മുന്നോട്ട് വെച്ച മാന്യമായ പരിഹാരം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ നിലപാട് ഇനി പ്രഖ്യാപിക്കുകയുള്ളൂ. ഇന്ന് ഒരു പകൽ കൂടി PV അൻവറിന്റെ സസ്പെൻസ് തുടരുമെന്ന്. അതായത് UDF വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. തീർച്ചയായും പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുന്നു. അതിനോട് അനുകൂലമായിട്ട് തന്നെ പ്രതികരിക്കുന്നു എന്നാണ് രാവിലെ അദ്ദേഹം ഈ നടത്തിയ 2 മിനിറ്റ് മാത്രം നീണ്ട ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതായത് UDF നേതാക്കൾ തന്നോട് അഭ്യർത്ഥിച്ചതിനെ താൻ സ്വീകരിക്കുന്നു, മുസ്ലിം ലീഗിന്റെ ഇടപെടൽ താൻ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സാമൂഹ്യ മേഖലയിലെ പലരും താനുമായി സംസാരിച്ചിരുന്നു. അവരൊക്കെ മുന്നോട്ട് വെച്ച ഈ ഒരു കാര്യം ഇന്ന് പകൽ കൂടി കാത്തിരിക്കൂ എന്നുള്ളതാണ്. അതായത്
ഇന്ന് പകൽ കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് UDF ഭാഗത്തു നിന്നും ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻവർ നിശ്ചയിച്ച വാർത്താ സമ്മേളനം അല്ലെങ്കിൽ നിലപാട് പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് UDF നിലപാട് പ്രശ്ന പരിഹാരത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന മാന്യമായ പരിഹാരം എന്താണെന്ന് അറിയട്ടെ. എന്തായാലും മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് PV അൻവർ വ്യക്തമാക്കുമ്പോൾ ഇന്ന് ചേരുന്ന യോഗത്തിലും അതിന് അനുസൃതമായ തീരുമാനങ്ങളാകും, ആലോചനകളാകും നടക്കുക. നേരത്തെ തന്നെ UDF ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കൂ എന്ന കടുത്ത നിലപാട് അൻവർ പ്രഖ്യാപിച്ചിരുന്നു. ഇനി അത് അത്തരത്തിലൊരു പ്രഖ്യാപനം വരാതെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി അൻവർ നടത്തിയ പ്രസ്താവനകൾ, അതിനെ ചൊല്ലിയുണ്ടായ ചർച്ചകൾ, ഇതൊക്കെ ഇന്നലെ രാത്രിയും തുറന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പകൽ കൂടി അന്തിമ തീരുമാനമെടുക്കുന്നതിന് അൻവർ കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്ത് തീരുമാനം UDF അറിയിക്കും എന്നുള്ളത് തന്നെയാണ്. മാന്യമായ പരിഹാരം പ്രതീക്ഷിക്കുന്നതെന്ന് അൻവർ പറയുമ്പോൾ അൻവറിന്റെ ഇതുവരെ ഉയർത്തിയ ആരോപണങ്ങൾ, അതിലുള്ള അൻവറിന്റെ ആക്ഷേപങ്ങൾ, അതൊക്കെ മറന്ന് UDF ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള നിലപാടിലേക്ക് എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാണെങ്കിലും അല്പസമയത്തിനകം അൻവർ ഇപ്പോൾ യോഗത്തിന്, നേരത്തെ നിശ്ചയിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ യോഗത്തിനായി ഇവിടെ നിന്നിറങ്ങും. യോഗത്തിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ അന്തിമ തീരുമാനം UDF ഒരു നിലപാട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോട് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. അൻവറും UDF ധാരണയിലേക്കോ എന്നുള്ളതാണ് ഇപ്പോൾ ആകാംക്ഷയായി നിലനിൽക്കുന്നത്. അൻവറിന്റെ വാക്കുകളിൽ നിന്ന് അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അനുമോദ്, നമുക്കറിയാം അൻവർ സ്ഥാനാർത്ഥിയായാൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും. അതുണ്ടാക്കാൻ പോകുന്നത് വലിയ ക്ഷീണം തന്നെയാണ് UDF. അപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ അത്തരത്തിൽ വിട്ടുകളിക്ക് നിൽക്കാൻ UDF സാധിക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം. യാഥാർത്ഥ്യം അത്തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അയയുകയല്ലാതെ UDF മറ്റ് നിവർത്തിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ UDF ഒരുപക്ഷെ അൻവർ എത്താൻ, അൻവറിന്റെ ആവശ്യങ്ങൾ എല്ലാം പരിഗണിക്കപ്പെടാൻ ഉള്ള സാധ്യത തന്നെ മുന്നിൽ കാണുന്നു. വരും നിമിഷങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ UDF ക്യാമ്പിൽ നിന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ആര്യ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF അൻവർ നിലമ്പൂരിലൊപ്പം നിൽക്കേണ്ടതിന്റെ ആവശ്യകത നന്നായിട്ട് അറിയാം. അൻവറിനാണെങ്കിലും അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് UDF സഹകരിക്കേണ്ട ആവശ്യവും നന്നായിട്ട് അറിയാം. അൻവർ എപ്പോഴും ആവശ്യപ്പെടുന്നത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന UDF ഘടകകക്ഷിയാക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നാണ്. അല്ലാതെ UDF സഹകരിക്കാൻ അൻവറിന് യാതൊരു ബുദ്ധിമുട്ടും അൻവർ എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് UDF സഹകരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. UDF തിരിച്ച് അൻവറിന്റെ സഹായ സഹകരണങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് വിജയത്തിന് അത്യാവശ്യവുമാണ്, അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തലിനെ നിലപാട് മയപ്പെടുത്തുന്നതിന് ഈ കാര്യങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. മുസ്ലിം ലീഗിന്റെ ഇടപെടൽ നിർണായകമായിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗാണ് ഈ വിഷയത്തിൽ എപ്പോഴും അൻവറിന്റെ ആവശ്യങ്ങൾ കോൺഗ്രസിൽ UDF ഒക്കെ ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അൻവറിനെ ഒപ്പം ചേർക്കേണ്ടതിന്റെ ആവശ്യകത അത് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല, മലബാറിൽ പലയിടത്തും അൻവറിന്റെ സ്വാധീനം ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തൽ ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും അൻവറിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലീഗ് കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുമുണ്ട്. ലീഗിന്റെ ഇടപെടൽ തന്നെയായിരിക്കും ഇവിടെ നിർണായകമായിരിക്കുക. പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുന്നു എന്ന ആ സൂചന തന്നെയാണ് അൻവറിന്റെ വാക്കുകളിൽ നിന്നുള്ളത്. ഇന്നലെ അതിരൂക്ഷമായ ഭാഷയിൽ VD സതീശനെയും അതുപോലെ തന്നെ യോഗശേഷം UDF വിമർശിച്ച അൻവർ ഇന്ന് നിലപാട് മയപ്പെടുത്തി മാന്യമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, നടപടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അന്തിമമായിട്ടുള്ള ഒരു ധാരണയാണ് ഇനി വരേണ്ടത്. അത് വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെ അൻവർ പങ്കുവെക്കുന്നു. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ വാവിട്ട വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ക്ഷമിക്കാനും ഒരു ധാരണയിലേക്ക് എത്താനും UDF തയ്യാറാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. രഹസ്യ ചർച്ചകൾക്കൊന്നും താനില്ല എന്ന അൻവർ വീരവാദം മുഴക്കിയെങ്കിൽ പോലും ഇന്നലെ രാത്രിയിലടക്കം ഇത്തരത്തിലുള്ള യോഗങ്ങളും ചർച്ചകളും സമവായ നീക്കങ്ങളും ഒക്കെ നടന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൻവറിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അൻവറും UDF തമ്മിലുള്ള ചർച്ച, UDF നേതാക്കളും തമ്മിലുള്ള ചർച്ച അത് ഏത് തലത്തിലേക്ക് നീങ്ങി? അവർ ധാരണയിലേക്ക് എത്തുകയാണോ, സമവായത്തിലേക്ക് എത്തുകയാണോ, യുദ്ധം അവസാനിപ്പിക്കുകയാണോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ തൃണമൂൽ യോഗത്തിന് പോയതിന് ശേഷം
മാധ്യമങ്ങളോട് സംസാരിക്കാം, 11 മണിയോടുകൂടി സംസാരിക്കാൻ ചില തീരുമാനങ്ങളൊക്കെ പറയാം എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. ഏറെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം എന്തായാലും നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുകയാണ്. UDF ക്യാമ്പിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ വരുന്നു, അൻവർ എന്ത് നിലപാട് പ്രഖ്യാപിക്കുന്നു എന്നതൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് മുന്നിലുള്ളത്. ആരായിരിക്കും LDF പാളയത്തിൽ നിന്ന് പട പൊരുതാൻ ഇറങ്ങുന്നത് എന്നാണ് അറിയേണ്ടത്. VV അരുൺ ഉണ്ട്. അരുൺ, എന്താണ് പ്രതീക്ഷിക്കേണ്ടത് LDF ക്യാമ്പിൽ നിന്ന്? PV അൻവറിന്റെ നീക്കങ്ങൾ കൂടി ഒരുപക്ഷെ CPM നേതൃത്വം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാകാം. PV അൻവർ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എന്താണോ CPM ആലോചിക്കുന്നതിൽ മാറ്റി ചിന്തിക്കാനും സാധ്യതയുണ്ട്. കാരണം സ്വതന്ത്ര എന്നൊരു നിലപാടിലേക്ക് CPM എത്തുന്നു എന്നാണ് ഇന്നലെയൊക്കെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. PV അൻവർ സ്ഥാനാർത്ഥിയായി വന്നാൽ അവിടെ CPMന് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചാലും വിജയിക്കാനുള്ള അവസരമുണ്ടാകും, അതിനുള്ള വഴികളുണ്ടാകുമെന്നൊരു പ്രതീക്ഷ CPM ക്യാമ്പിൽ ഉള്ളതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി, ആ ശക്തനായ സ്ഥാനാർത്ഥി പറയുമ്പോൾ അവിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലമ്പൂർ സ്വദേശി കൂടിയായ M സ്വരാജ് എന്ന പേരിലേക്ക് ഒരുപക്ഷെ വീണ്ടും CPM എത്തിയേക്കാം. കാരണം PV അൻവർ മത്സരിച്ചാൽ മുസ്ലിം വോട്ടുകളിൽ വലിയ ഭിന്നിപ്പുണ്ടാകും, അത് വലിയ രീതിയിൽ ചിതറിപ്പോകും. അങ്ങനെ ചിതറിപ്പോകുന്ന വോട്ടുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ സ്വാഭാവികമായും UDFിലേക്ക് എത്തുകയും SDPI സ്ഥാനാർത്ഥി നിർത്തിയാൽ അവിടെ SDPIക്ക് അവരുടെ വോട്ടുകൾ SDPIയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ മതനിരപേക്ഷ വോട്ടുകളും അതുപോലെ തന്നെ ഭൂമികളുടെ വോട്ടുകളും കൂടി വന്നാൽ ജയിച്ചു പോകാം എന്ന ഒരു പ്രതീക്ഷ CPMന് ചില നേതാക്കൾക്കും എങ്കിലും ഉണ്ട്. കാരണം M സ്വരാജ് മുസ്ലിം വോട്ടുകളും സമാഹരിക്കാൻ കഴിവുള്ള നേതാവെന്ന് CPM വിലയിരുത്തുന്നു. പലപ്പോഴും മുസ്ലിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് പലസ്തീൻ വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ അയോധ്യ വിഷയമായിക്കോട്ടെ ഒക്കെ M സ്വരാജിന്റെ പോസ്റ്റുകൾ വലിയ രീതിയിൽ നിലപാടുകൾക്ക് കയ്യടി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ M സ്വരാജിനെ മുസ്ലിം വോട്ടുകൾ കൂടി സ്വാധീനിക്കാൻ കഴിവുള്ള ആളാണ്. അങ്ങനെയെങ്കിൽ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി രംഗത്തെ വിട്ടുകൊടുത്താലും തരക്കേടില്ല എന്ന ചിന്തയുള്ളവർ CPMനുണ്ട്. പക്ഷേ തീരുമാനമായി വരുമോ, സ്വരാജ് അതിന് സമ്മതം കൊള്ളുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റുമൊക്കെ ആ ഒരു നിർദ്ദേശം സ്വരാജിനോട് മത്സരിച്ചേ മതിയാകുന്ന നിർദ്ദേശം പറയുമോ എന്ന കാര്യമൊക്കെയാണ് അറിയേണ്ടത്. ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ അത്ര പ്രധാനപ്പെട്ട നേതാവിനെ ഇറക്കിയ ഒരു പരീക്ഷണത്തിന് CPM തയ്യാറാകുമോ എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും അത്തരം സാധ്യതകൾ കൂടി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലേക്ക് CPM പോകാനാണ് സാധ്യത. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിന്റെ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് LDF ക്യാമ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അടക്കം അതിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തും എന്നുള്ള സൂചനകൾ കൂടിയാണ് മുന്നിലുള്ളത്. ഇനി UDF വാഗ്ദാനം ചെയ്ത ഈ അസോസിയേറ്റ് അംഗത്വത്തിന് അപ്പുറം PV അൻവറിന്റെ ഇപ്പോഴത്തെ ഉടക്കിന് പിന്നിലെ യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും തന്റെ പാർട്ടിയുടെ പേരിൽ മന്ത്രിസ്ഥാനവും കിട്ടില്ലെന്ന തോന്നലാണ് അൻവറിന്റെ അലമ്പിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്നാണ് സൂചന. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുക, ഒരംഗമുള്ള ഘടകകക്ഷിക്കടക്കം മന്ത്രിസ്ഥാനം നൽകുന്ന UDF പദവിയിൽ മന്ത്രിയാവുക, ഇതായിരുന്നു PV അൻവറിന്റെ പ്ലാൻ. അതിനാദ്യമൊരു സീറ്റ് വേണം. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തന്നെ തിരുവമ്പാടി സീറ്റിലായിരുന്നു അൻവറിന്റെ കണ്ണ്. കഴിഞ്ഞ 2 തവണയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തോറ്റ സീറ്റ്. ലീഗുമായുള്ള അടുപ്പവും ഇതുകൂടി മുന്നിൽ കണ്ടായിരുന്നു. മുസ്ലിം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് ഒരേപോലെ സാധ്യതയുള്ള മണ്ഡലം. നിലമ്പൂരിൽ VS ജോയ്ക്ക് വേണ്ടി അൻവർ സമ്മർദ്ദം ചെലുത്താനുള്ള കാരണം ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിവിരോധം മാത്രമല്ലെന്നും കാണാം. നിലമ്പൂരിൽ ക്രൈസ്തവ വിഭാഗത്തിൽ ജോയ് വന്നാൽ തിരുവമ്പാടിയിൽ അൻവറിന് മത്സരിക്കാം. ജോയിയെ നിലമ്പൂരിൽ ജയിപ്പിച്ച ക്രെഡിറ്റിൽ സഭയുടെ പിന്തുണയും ഉറപ്പാക്കാം. താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചിനാനിയലുമായും അൻവർ സൗഹൃദം ശക്തമാക്കിയിരുന്നു. ഈ വഴികളെല്ലാം അടയ്ക്കുന്നതായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം. മലയോര കർഷക പ്രശ്നങ്ങൾ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഈ മേഖലയിൽ ഒരു സീറ്റെങ്കിലും UDFന് നീക്കിവെക്കേണ്ടി വരും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 4 ജനറൽ സീറ്റിൽ ഏറനാട് ലീഗിന്റെയും കൽപ്പറ്റ കോൺഗ്രസിന്റെയും സിറ്റിംഗ് സീറ്റാണ്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് തുടരും. നിലമ്പൂരിൽ ജയിച്ചാൽ ഷൗക്കത്തും. മൂന്നാമതൊരു മുസ്ലിം സ്ഥാനാർത്ഥി പ്രയാസമാകും. UDFന്റെ ഭാഗമായി നിലമ്പൂരിൽ ജോയിയെ ജയിപ്പിച്ച ശേഷം സീറ്റ് ചോദിക്കുക എന്നതായിരുന്നു അൻവറിന്റെ തന്ത്രം. അൻവറിന്റെ ഉള്ളിലിരിപ്പ് നന്നായി അറിയാമെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കളാരും സീറ്റിൽ ഒരു ഉറപ്പും നൽകിയില്ല. ഇനി UDFനെ വെല്ലുവിളിച്ച നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാനും കഴിയില്ല. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിച്ചാലും ആത്യന്തികമായി തോൽക്കുന്നത് അൻവറാകും. ഇതെല്ലാം ചേർന്നതോടെയാണ് അൻവർ പിടിവിട്ട പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തുന്നതെന്നാണ് സൂചന. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കും. NDA ക്യാമ്പിൽ നിന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. BDJS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാടാകും സ്ഥാനാർത്ഥി. അതേസമയം BJP സ്ഥാനാർത്ഥി വേണ്ടെന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിൽ നേതാക്കൾക്ക് എതിർപ്പുണ്ടെന്നാണ് വിവരം. മറ്റു വാർത്തകളിലേക്ക് വേഗം മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് അതിശക്തമായ മഴ തുടരുന്ന സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരിച്ചു. അമ്മാളം കുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ചെറായി തൃക്കടാപ്പള്ളിയിൽ വഞ്ചി മുങ്ങി കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുകയാണ്. ചെറായി സ്വദേശി നിഖിലസ് മുരളിയാണ് കാണാതായത്. ശക്തമായ കാറ്റിൽ മരം വീണതോടെ പലയിടത്തും വീടുകൾ തകരുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തി ആനന്ദേശ്വരത്ത് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 85 വയസ്സുള്ള അമ്മുക്കുട്ടിയും മകൻ അനിൽകുമാറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെമ്പായത്തും മരം വീണ് വീട് തകർന്നു. തേക്കട കാരംകോട് ബീനയുടെ വീടാണ് തകർന്നത്.
തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ, നെടുമങ്ങാട് തുടങ്ങിയ ഇടങ്ങളിൽ ഇന്നലെ വൈകുന്നേരം തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും ആയിട്ടില്ല. പത്തനംതിട്ട ജില്ലയിൽ 150 ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. 18 വീടുകൾ ഭാഗികമായി തകർന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആലപ്പുഴയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചെങ്കിലും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകാത്തതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി. കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ മേഖലകളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. പുറക്കാട്, തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലകൾ വെള്ളത്തിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ട്രാക്കിലേക്ക് മരം വീണതോടെ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. രാവിലെ 5:55 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 8:45 പുറപ്പെട്ടത്. ഗുരുവായൂർ, തിരുവനന്തപുരം ഇന്റർസിറ്റിയും വൈകിയാണ് ഓടുന്നത്. ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. അതേസമയം ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് ചെർക്കളയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഇതോടെ ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. മേഖലയിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം എറണാകുളത്തേക്കാണ് പോകുന്നത്. നവമി ദിനേശ് ഉണ്ട്. നവമി, എന്താണ് മഴ ഇപ്പോഴും അവിടെ ശക്തമായി തുടരുന്ന സാഹചര്യമാണോ? ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, പക്ഷേ എന്താണ് പൊതുവിലുള്ളൊരു സാഹചര്യം? ആര്യ, ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം മൂവാറ്റുപുഴയാറിന്റെ ജലനിരപ്പ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നില പിന്നിട്ടു എന്നുകൂടി അറിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ 4, 5, 6 എന്നീ ഷട്ടറുകൾ 20 സെന്റിമീറ്ററായി നിജപ്പെടുത്തി പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായാൽ എത്രയും വേഗം ആ സ്ഥലം വിട്ട് മാറണം, അധികൃതരെ അറിയിക്കണം എന്നീ മുന്നറിയിപ്പുകൾ കൂടി തീരദേശത്തുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. മഴ ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് തോർന്നു നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നഗരത്തിൽ പലയിടങ്ങളിലും വലിയ ഗതാഗത കുരുക്കൊക്കെയാണ് ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. ദേശീയപാത നിർമ്മാണം കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം ഭാഗത്ത് വരെയൊക്കെ വലിയ ഗതാഗത കുരുക്കാണ് ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. റോഡിലെ കുഴിയും വെള്ളക്കെട്ടുമൊക്കെ ഇരുചക്ര വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള പോക്കാണെന്ന റിപ്പോർട്ട് കൂടി ലഭ്യമാകുന്നുണ്ട്. അതിനിടയിൽ ഒരു ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കൂത്താട്ടുകുളത്ത് തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മരം വീണ് ഒരു വൃദ്ധ മരിച്ചിട്ടുണ്ട്. തിരുമാറാടി സ്വദേശി അന്നക്കുട്ടിയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയായിരുന്നു അന്നക്കുട്ടി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം റബ്ബർ മരവും പറമ്പിൽ നിന്ന് റബ്ബർ മരവും വട്ടമരവും ദേഹത്തേക്ക് വീണ് മരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏറെ ദുഃഖം ഉള്ള ഒരു വാർത്ത കൂടിയാണ്. ഈ മരങ്ങൾ കടപുഴകി വീഴുന്നത് മൂലം വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയും കാലടി ഭാഗത്തൊക്കെ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരും കാൽനട യാത്രക്കാരുമൊക്കെ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചെറായിൽ ഈ മീൻ പിടിക്കാൻ പോയ യുവാവ് വഞ്ചി മുങ്ങി കാണാതായിട്ടുണ്ട്. ആ യുവാവിനായിട്ടുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ട്. ചെറായി സ്വദേശി നിഖിലസ് മുരളിയാണ് കാണാതെ ആയത്. ഒപ്പം ഉണ്ടായിരുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തി. പക്ഷേ നിഖിലിനെ കാണാതാകുന്ന ഒരു സാഹചര്യമായിരുന്നു. ശക്തമായ കാറ്റും മഴയുമാണ് ഇങ്ങനെ വഞ്ചി മുങ്ങാൻ കാരണമെന്നാണ് അറിയുന്നത്. ഇയാൾക്കായി നിഖിലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുമൊക്കെ തുടരുകയാണ്. എത്രമാത്രം ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ മീൻ പിടിക്കാൻ പോകരുതെന്നുള്ളൊരു നിർദ്ദേശം നൽകിയാൽ കൂടിയും ആളുകൾ അത് കേൾക്കാതെ പോയി അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യം ആവർത്തിച്ചു വരികയാണ്. ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ജില്ലാ ഭരണകൂടവും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കണ്ണമാലിയിലൊക്കെ തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവർക്ക്
കനത്ത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേലിയേറ്റ സമയം കൂടി ആയതിനാൽ വലിയ ഉയർന്ന തിരമാലകൾ ഉണ്ടാകും. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ കായലിലായാലും മീൻ പിടിക്കാൻ ചെറുവഞ്ചികളിലൊക്കെ പോകുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊന്നും പലപ്പോഴും അവഗണിച്ചുകൊണ്ട് ആളുകൾ പോയി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്നും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് അറിയുന്നത്. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് എറണാകുളം ജില്ലയിലെ സാഹചര്യം പറഞ്ഞു തന്നത്. തിരുവനന്തപുരത്തേക്ക് പോകാം. വി അരുണുണ്ട്. അരുൺ, തലസ്ഥാന ജില്ലയിലെ സാഹചര്യം എടുത്താൽ ഈ മരങ്ങൾ നിരവധിയായി ഇങ്ങനെ കടപുഴകുന്ന സാഹചര്യം, അത് പല വീടുകൾ തകർത്തിട്ടുണ്ട്. ഒരുപാട് മറ്റ് അപകടങ്ങളൊക്കെ തലനാടിലേക്ക് ഒഴിവായി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വൈദ്യുതി ബന്ധം പലയിടത്തും ഇന്നലെ മുതൽ ഇല്ല, അത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല. ഗതാഗത തടസ്സം പലയിടത്തും രൂപപ്പെടുന്ന സാഹചര്യം. സമഗ്രമായ വിവരങ്ങൾ. ശക്തമായ മഴ തലസ്ഥാനത്ത് തുടരുന്നു എന്ന് വേണം പറയാൻ. കാരണം മഴ നേരത്തെ ഉള്ളത് പോലെ രാത്രിയുള്ളതുപോലെ ഇല്ലെങ്കിൽ പോലും ശക്തമായ കാറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുട പോലും നമുക്ക് ശക്തമായി പിടിച്ചില്ലെങ്കിൽ പറന്നു പോകുന്ന അവസ്ഥയിലേക്കുള്ള കാറ്റ് ഇപ്പോഴും നഗരത്തിൽ പലയിടത്തും. ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം ഫ്ലൈ ഓവറിലാണ്. ഇവിടെയും അതിശക്തമായ കാറ്റുണ്ട്. ഈ ഭാഗങ്ങളിലും ഗ്രാമീണ മേഖലകളിലും ഒക്കെ ഇന്നലെ അതിശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. മഴ ഇപ്പോൾ ആ ശക്തിയിൽ നേരത്തെ ശക്തി ഇല്ലെങ്കിൽ പോലും കാറ്റിന് കുറവില്ല. പലയിടത്തും അപകട സമാനമായ സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഫയർഫോഴ്സിന് അക്ഷരാർത്ഥത്തിൽ ഉറക്കമില്ലാത്ത മണിക്കൂറുകളായിരുന്നു. നിരവധി കോളുകൾ അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായി വന്നു. പലയിടത്തും ഇപ്പോഴും ഈ റോഡ് മരങ്ങൾ വീണ് കിടക്കുന്ന മരങ്ങളും വീടുകളിലേക്ക് മുകളിലേക്ക് വീണ മരച്ചില്ലകളും ഒക്കെ മുറിച്ചു മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ. ജില്ലയിൽ എമ്പാടുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളുള്ളത്. 77 കോളുകളാണ് ഇന്നലെ തിരുവനന്തപുരം ചെങ്കൽച്ചൂള നിലയത്തിലെ ഫയർഫോഴ്സ് യൂണിറ്റിന് മാത്രം അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. ഇവിടെയെല്ലാം കാറ്റ് കാരണമുള്ള മരം വീഴ്ചയോ അല്ലെങ്കിൽ വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ ചെമ്പഴന്തി ആനന്ദേശ്വരം എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി 9 ഒരു അപകടമുണ്ടായ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അവിടെ കണ്ടത് ഇന്നലെ രാത്രി 9 വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും ശക്തമായ കാറ്റിൽ പറന്നുപോയി. അവിടെ മൺകട്ട ഉള്ള വീടാണ്. ആ മൺകട്ട ഇടിഞ്ഞു വീഴുമ്പോൾ അതിനുള്ളിൽ 85 വയസ്സുള്ള ഒരു അമ്മയും അവരുടെ മകനും ഉണ്ടായിരുന്നു. അത്ഭുതകരമായാണ് വൃദ്ധ അമ്മുക്കുട്ടി എന്ന 85 വയസ്സുകാരി രക്ഷപ്പെട്ടത്. ആ രീതിയിലുള്ള അപകടമായിരുന്നു അത്. വെമ്പായം തേക്കടയിൽ സമാനമായ ഒരു അപകടം, മരം ഒടിഞ്ഞു വീണ് അപകടമുണ്ടായി. ഇപ്പോൾ നമുക്ക് ഈ അതിശക്തമായ കാറ്റ് ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോഴുമുണ്ട്. ഈ കുടകളൊക്കെ ഒരുപക്ഷെ പറന്നുപോകുന്ന തരത്തിലുള്ള അതിശക്തമായ കാറ്റ് ഈ മേഖലയിൽ ഉണ്ട്. നഗരം കഴക്കൂട്ട മേഖലയിലാണ്. ഗ്രാമീണ മേഖലകളിലാകുമ്പോൾ അതൊന്നുകൂടി പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന് ഉറപ്പാണ്. ആ രീതിയിലാണ് ഈ ശക്തമായ കാറ്റ് ഇപ്പോഴും തുടരുന്നത്. മഴയേക്കാൾ ഉപരി ഒരുപക്ഷെ കാറ്റാകാം ഈ അപകടങ്ങൾക്ക് കാരണമായി മാറുന്നത്. വെള്ളക്കെട്ട് കാര്യമായി ഒരിടത്തും ആ രീതിയിൽ ഈ സമയത്തും രാത്രിയും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കാറ്റിൽ മരങ്ങൾ വീടും വീടുകളുടെ റൂഫൊക്കെ മേൽക്കൂരയൊക്കെ പറന്നുപോയുള്ള അപകടവും ആ ആശങ്കയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റി ചിലയിടത്തൊക്കെ സ്വകാര്യ വ്യക്തികൾ അവരുടെ മുൻകൈയിൽ തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ ശ്രമങ്ങളുണ്ട്, ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റ് സർക്കാർ വകുപ്പുകളുടെയും ശ്രമങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും വലിയ രീതിയിൽ മരങ്ങൾ മറിഞ്ഞു വീഴാനുള്ള അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആര്യ, മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതിശക്തമായ കാറ്റും ഇതിനൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർത്തും ആശങ്കാജനകമായ സാഹചര്യം ഇപ്പോഴും ഒരു റെഡ് അലർട്ടെന്നോ അല്ല, ഇവിടെ ഓറഞ്ച് അലർട്ടാണ് ഉള്ളെങ്കിൽ പോലും ഒരുപക്ഷെ റെഡ് അലർട്ടുള്ള സ്ഥലത്തുള്ളതുപോലെയൊക്കെ സമാനമായ സാഹചര്യം തലസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും വി അരുണാണ് തത്സമയം നമുക്കൊപ്പം ചേർന്നത്. അരുണിന്റെ ഫ്രെയിമിൽ വ്യക്തമാണ് എന്താണ് തലസ്ഥാന ജില്ലയിലെ കാലാവസ്ഥാ സാഹചര്യം എന്നുള്ളത്. മഴ എന്നതിനപ്പുറം ശക്തമായ കാറ്റാണ് ഇവിടെ പ്രതികൂലമായി നിൽക്കുന്നത്. നിരവധി അപകടങ്ങൾക്ക് വഴിവെക്കുന്നതും ഈ ശക്തമായ കാറ്റാണ്. തലസ്ഥാന ജില്ലയിൽ നോക്കുമ്പോൾ ഗ്രാമീണ മേഖല, നഗരമേഖല എല്ലായിടത്തും മരങ്ങൾ കടപുഴകി പലവിധ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിരവധി വീടുകളാണ് ഇതിനോടകം തന്നെ തകർന്നത്. അതാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സാഹചര്യം. ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യം നിലനിൽക്കുന്നു. നമുക്ക് KV ബൈജുവിലേക്ക് പോകാം. കാസർഗോഡ് നിന്ന് ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, അവിടെ റെഡ് അലേർട്ടാണ്, എന്താണ് സാഹചര്യം? ഇടതടവില്ലാതെ മഴ തുടരുകയാണോ? ആര്യ, നമ്മൾ രാവിലെ ബുള്ളറ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ രാവിലെ സൂചിപ്പിച്ചതാണ് ഈ തെക്കൽ ചട്ടഞ്ചാൽ ചെർക്കള ഈ ദേശീയപാത
ഇതുവഴി വലിയ തോതിൽ മലവെള്ളപ്പാച്ചൽ ഈ പാതയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതുവഴി ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു. ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ചേശ്വരത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഒരു കാറ് ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറ് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലകളിലും വലിയ തോതിൽ നാശനഷ്ടം ഇപ്പോൾ ഉള്ളതായാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ലഭിക്കുന്നത്. നന്താരപ്പതവ് ചേവാർ റൂട്ടിൽ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായ ഒരു അറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. വോർക്കാടി, മഞ്ചേശ്വരം, മീഞ്ച പഞ്ചായത്തുകളിലാണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതിനിടയിൽ തന്നെ വെള്ളിക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചാലിങ്കാൽ റോഡിൽ ഒരു നിർമ്മാണം പൂർത്തിയായ 2 നില അപ്പാർട്ട്മെന്റിന്റെ തറ ഒഴികെയുള്ള അരികു ഭാഗങ്ങൾ മുഴുവനായി ഇടിഞ്ഞ് തൊട്ട് താഴേക്കുള്ള ഒരു വീട്ടിലേക്ക് പതിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു അപകടം കൂടി ഏതായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചന്ദ്രഗിരി പാതയിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദേശീയപാത വഴിയും സംസ്ഥാന പാത വഴിയുമുള്ള മുഴുവൻ ഗതാഗതവും നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങളെത്തും. അത്രത്തോളം ശക്തമായ മഴയാണ്. ഇന്നലെ ആരംഭിച്ച മഴ ഇപ്പോഴും അത്ര തന്നെ ശക്തിയിൽ ഉണ്ട്. ഈ കാലവർഷം ആരംഭിച്ചത് മുതൽ ഈ തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്നത് ഈ 2 ദിവസങ്ങളിലാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നും ഇനി വരുന്ന മണിക്കൂറുകളിലും ഇത്തരത്തിൽ ശക്തമായ മഴയാണെങ്കിൽ വലിയ തോതിൽ അത് ജനജീവിതത്തെ ബാധിക്കും. വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിൽ രൂപപ്പെട്ടു തുടങ്ങി. നേരത്തെ സൂചിപ്പിച്ച ചട്ടഞ്ചാൽ നേരത്തെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടതാണ് ദേശീയപാതയിൽ. അവിടെയാണ് ഈ മലവെള്ളപ്പാച്ചൽ, ദേശീയപാതയിലേക്ക് മലവെള്ളപ്പാച്ചൽ ഉണ്ടായിട്ടുള്ളത്. റോഡ് ഒലിച്ചു പോകുന്ന സാഹചര്യം പല സ്ഥലങ്ങളിലുമുണ്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് ഈ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് മഞ്ചേശ്വരം ഭാഗത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്ന ഒരു വിവരം തന്നെയാണ്. ഏതായാലും ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു. ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ ദേശീയപാതയിൽ കടന്നു പോകുന്ന മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ കടത്തിവിടുന്നത്. എന്തായാലും മഴ ഇനി വരും മണിക്കൂറുകളിലും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മഴ ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നു. ആര്യ, തീർച്ചയായും. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ജനജീവിതം ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് മഴ ശക്തമായി തുടരുകയാണ്. മഴക്കെടുതി രൂക്ഷമാവുകയാണ്. സംസ്ഥാനത്തെ പൊതുവിലുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത്. വിവിധ മേഖലകളിലെ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ ഷട്ടറുകളെല്ലാം തുറന്നിരിക്കുന്നു. ജലനിരപ്പ് പുഴയിലെല്ലാം വർദ്ധിക്കുന്ന സാഹചര്യം. പ്രിൻസ് ജെയിംസ് ഉണ്ട്. പ്രിൻസ്, അസാധാരണമായ മഴയാണ് ഇടുക്കിയിൽ. ഡാമുകളെല്ലാം തുറന്നിരിക്കുന്നു. പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യം. എത്രത്തോളം ജാഗ്രത നിലനിൽക്കുന്നുണ്ട്? ഈ ആളുകളെയൊക്കെ, പുഴയോരത്തുള്ള ആളുകളെയും ഒക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ? ആര്യ, നിലവിൽ ജില്ലയിൽ മഴയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം കുറവുണ്ട്. പൂർണ്ണമായി മാറി എന്നല്ല, അല്പം ഇന്നലെയൊക്കെ പെയ്തതിനേക്കാൾ അല്പം കുറവുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്. എങ്കിലും വരും മണിക്കൂറുകളിലൊക്കെ മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നതാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരുകയാണ്. ഇന്നലെയും ഇന്നും ഒക്കെയുള്ള ജാഗ്രത തുടരുന്നു. ഇന്നും യാത്രാ നിരോധനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. രാത്രി യാത്രയ്ക്ക് പൂർണ്ണമായും നിരോധനമുണ്ട്. ഒപ്പം വിനോദസഞ്ചാര ആക്ടിവിറ്റികൾക്ക് എല്ലാത്തിനും നിരോധനമുണ്ട്. ഒപ്പം ജില്ലയിലെ 5 ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. ഒപ്പം മലങ്കര, പൊന്മുടി, ലോവർ പെരിയ ഡാമുകളിൽ നിന്നും ഒപ്പം 3 ഹെഡ്ബസ് ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അതോടൊപ്പം ഇടുക്കിയുടെ ഡൈവേഷൻ ഡാമുകളായ ഇരട്ടയാർ, കല്ലാർകുട്ടി ഡാമുകളിലും പരമാവധി സംഭരണശേഷിയിലേക്ക് നീങ്ങുകയാണ്. റെഡ് അലർട്ടിലാണ്. ഈ ഡാമുകളും ഏത് നിമിഷവും തുറക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ വീണ്ടും ശക്തമാവുകയും നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്താൽ ഈ ഡാമുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകും. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജലനിരപ്പ് 2341.48 അടിയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 9 അടി കൂടുതൽ വെള്ളം ഇപ്പോൾ നിലവിൽ അണക്കെട്ടിലുണ്ട്. അതായത് 38.69%. ആകെ സംഭരണശേഷിയുടെ 38.69% ഇടുക്കിയിലെ ജലനിരപ്പ്. ഇപ്പൊ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 128 അടിയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 7740 ക്യൂസെക്സിലധികം വെള്ളമാണ് ഓരോ സെക്കൻഡും മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം തമിഴ്നാട് കടൽ മാർഗം 467 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും നിലവിൽ ഇടുക്കിയിലെയോ മുല്ലപ്പെരിയാറിലോ ജലനിരപ്പ് ആശങ്കാജനകമല്ല. ഈ അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് കാര്യം. ആര്യ, തീർച്ചയായും. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സംസ്ഥാനത്തെ ഡാമുകളിൽ ഇപ്പോഴുള്ളത് ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലധികം വെള്ളമാണ്
ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ സംസ്ഥാനത്തെ ഡാമുകളിൽ 2018-ലേതിന് സമാനമായ സ്ഥിതി ഉണ്ടാകുമെന്നാണ് ആശങ്ക. അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നതോടെ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ട്. ഇടുക്കി കല്ലാർകുട്ടി ഡാമിലെ 5 ഷട്ടറുകളും പൊന്മുടി പാംബ്ല ഡാമുകളിലെ 3 ഷട്ടറുകളും മലങ്കരയിൽ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, എത്രത്തോളം ആശങ്കാജനകമാണ് സാഹചര്യം? അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഡാമുകളിൽ ജലവിധാനം വലിയ രീതിയിൽ കൂടും. അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം 2018-ന് സമാനമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാമെന്നുള്ള ആശങ്കയാണ് വിദഗ്ധർ വെച്ചുപുലർത്തുകയും ചെയ്യുന്നത്. കാരണം നിലവിൽ ഈ സമയത്ത് എല്ലാ കാലത്തും മെയ് 31 വരെ ഒരു കരുതൽ ശേഖരത്തിന്റെ ഭാഗമായി 500 മുതൽ 600 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം ഇത്തരത്തിൽ റിസർവയറുകളിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ മാസം മെയ് മാസത്തിൽ ആവശ്യമായ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ KSBയെ കൊണ്ട് സാധിച്ചില്ല. അത് വലിയ പാളിച്ചയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അതിശക്തമായ മഴയുണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ മാത്രം ഏതാണ്ട് 1500 ദശലക്ഷത്തിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം നിലവിൽ നമ്മുടെ ഡാമുകളിലെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും തുടർച്ചയായ ഒരു 3 ദിവസം കൂടി ഇതേ രീതിയിൽ മഴ പെയ്താൽ 2000 ദശലക്ഷത്തിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഈ റിസർവയറുകളിലേക്ക് എത്തും. അതായത് കൃത്യമായി കണക്കുകൾ പറഞ്ഞാൽ 37% വെള്ളം നിലവിലുണ്ട്. അതായത് 14.65% മാത്രം വെള്ളം വേണ്ട ഇടത്താണ് ഇപ്പോൾ 37% വെള്ളം ഈ ഡാമുകളിൽ ഉള്ളത് എന്നുള്ളതാണ് വളരെ ആശങ്കയായി അവർ എടുത്തു പറയുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കി ഡാമിലും ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിലും ഒന്നും തന്നെ സ്ഥിതി ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കി ഡാമിൽ 38.15% സംഭരണശേഷിയിൽ അത്രയും വെള്ളം മാത്രമാണുള്ളത്. മുല്ലപ്പെരിയാറിലും 127.75% വെള്ളം മാത്രമാണുള്ളത്. അതായത് പരമാവധി സംഭരണശേഷിക്ക് മുകളിലേക്ക് അവിടെ വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള വിവരം. മറ്റൊന്ന്, ചെറു ഡാമുകളുടെ കാര്യങ്ങൾ അത് വ്യത്യസ്തമായ ഒരു സ്ഥിതിവിശേഷമാണ് ചെറു ഡാമുകളിലുള്ളത്. പലതും തുറന്നിട്ടുണ്ട്, പലതും സംഭരണശേഷിക്ക് മുകളിലേക്ക് എത്തുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ പലതും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ വെള്ളം അതായത് ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയിലെ പൊന്മുടി ഒപ്പം തന്നെ ഇരട്ടയാർ, കല്ലാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഡാമുകൾ ചെറിയ ഡാമുകളിൽ നിന്നുള്ള വെള്ളം നേരെ എത്തുന്ന ഇടുക്കി ഡാമിലേക്കാണ്. അത് ചില ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇരട്ടയാറിലും ഒപ്പം തന്നെ കല്ലാറിലും നിലവിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവരുടെ സംഭരണശേഷിയിലേക്കാൾ മുകളിൽ വെള്ളം എത്തുന്നു എന്നുള്ളതാണ് വളരെ ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നത്. ഈ സമീപ പ്രദേശത്തുള്ള വൃഷ്ടി പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകളൊക്കെ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നബാധിതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ ആശങ്കയോട് മുന്നോട്ട് പോകുമെന്നാണ് ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശം. എന്തായാലും ജാഗ്രത മതി, ആശങ്ക വേണ്ട സാഹചര്യം ഇല്ല എന്നും കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വേലിയേറ്റം രൂക്ഷമായതോടെ തിരുവനന്തപുരം വലിയ തുറയിൽ കടലെടുത്ത് തീരം. ഇതോടെ മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ്. ബോട്ടുകൾ ഇറക്കാൻ വിഴിഞ്ഞത്തോ കൊല്ലത്തോ പോകേണ്ട ഗതികേടിലാണ് മത്സ്യത്തൊഴിലാളികൾ. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ. കാലടി ശ്രീശങ്കര പാലത്തിലൂടെയുള്ള യാത്ര ദുരിതമാവുകയാണ്.
വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ ഗതാഗത തടസ്സം മൂലം മണിക്കൂറുകളാണ് ഇവിടെ നഷ്ടമാകുന്നത്. പാലത്തിലൂടെയുള്ള ബസ് ഗതാഗതം നിർത്തിവെക്കുകയാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ചു. നമ്മൾ ഫുഡ് എത്തിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എത്ര നേരം നമ്മൾ 1/2 മണിക്കൂർ നമ്മൾ ബ്ലോക്കാണ്. ഇതെന്താണ് കാരണം ഈ ബ്ലോക്കിന്? ഒരു മിനിറ്റുകൾക്ക് നമുക്ക് വില ഉണ്ട്. ഈ ഫുഡാണ് ഒരു ഫംഗ്ഷനാണ് കാര്യങ്ങളുടെ. എന്റെ ചേട്ടാ, ഇത് ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതാണ്. ആ ഒരു കഷ്ടപ്പാട് നമുക്കറിയാം. എത്ര മണിക്കൂറായിട്ട് കിടക്കുന്നതെന്നറിയോ? കാലടിപ്പാലത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ എപ്പോഴാണ് മറുകര എത്തുക എന്ന് ആർക്കും ഒരു ഉറപ്പും നൽകാൻ കഴിയില്ല. കിലോമീറ്റർ നീണ്ടുപോകുന്ന വാഹനങ്ങളുടെ നിര കണ്ടാൽ അത് ബോധ്യപ്പെടും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഈ കുരുക്കിൽപ്പെട്ടു. മഴക്കാലമാകുന്നതിന് മുൻപ് തന്നെ പാലത്തിലെ കുഴികൾ അടക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആർക്കും ഒരു ഉത്തരവാദിത്വവുമില്ലാതെ പോയി. പുതിയ പാലം വരുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഇവിടുത്തെ ബ്ലോക്ക് മാറാൻ പോകുന്നില്ല. ഈ കുപ്പിക്കയത്തിന്റെ പോലെയാണ് സിഗ്നലിലേക്ക് ജംഗ്ഷനിലേക്ക് വന്ന് വണ്ടികൾ കൂടുന്നത്. ബ്ലോക്ക് ഉണ്ട്. പിന്നെ വരുന്ന ജനങ്ങൾ നിരവധി വഴികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ യൂസേജ് ചെയ്യാനുള്ള സംവിധാനം ഇവിടുത്തെ അധികൃതരുണ്ടാക്കണം. FM പോലെ റേഡിയോയിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മറ്റൂരിൽ ഭാഗത്തുനിന്ന് മലയാറ്റൂരിൽ പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് പോകാം. അതുപോലെ എയർപോർട്ടിൽ നിന്ന് തൊറോങ്കര വഴി പോയി കഴിഞ്ഞാൽ തൊറോങ്കര അങ്ങനെ എയർപോർട്ടിൽ നിന്ന് കയറി കാഞ്ഞൂർ കട്ട് ചെയ്ത് മാറമ്പള്ളി പാലം, പിന്നെ പാറപ്പുറം പാലം, അങ്ങനെ വല്ലം കട്ട് ചെയ്ത് കയറി പോകുന്ന സംവിധാനങ്ങളുണ്ട്. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിന് ഇതുപോലെ നെയിം ബോർഡുകൾ വെച്ച് വഴി തിരിച്ച് വിട്ടാലാണ് ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവാവുള്ളൂ. അപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യാത്തതിൻ്റെ രൂക്ഷഫലമാണ് ഈ ജനങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. കുഴികൾ മൂടാത്തതിനെ തുടർന്ന് പാലത്തിലൂടെയുള്ള ബസ് ഗതാഗതം നിർത്തിവെക്കുകയാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു. ശനിയാഴ്ച മുതൽ കാലടി പാലം ബഹിഷ്കരിച്ചുകൊണ്ട് സർവീസ് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്കമാലിയിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ കാലടി ടൗണിലും പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ കാലടി പാലത്തിൻ്റെ താന്നിപ്പുഴ ബസ് സ്റ്റോപ്പിലും നിർത്തി കാലടി പാലം ബഹിഷ്കരിക്കാനാണ് ശനിയാഴ്ച മുതൽ ബസ് ഉടമ സംഘടനയും തൊഴിലാളി സംഘടനയും തീരുമാനിച്ചിട്ടുള്ളത്. അടുത്തയാഴ്ച സ്കൂളുകൾ കൂടി തുറക്കുന്നതോടെ ഇതിലൂടെയുള്ള യാത്ര ഒന്നുകൂടി ദുരിതപൂർണമാകും. അതേസമയം പാലത്തിലെ കുഴികൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. അതേസമയം കോട്ടയത്ത് ഇപ്പോൾ അതിശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളതാണ് വിവരം. എന്തായാലും കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളൊക്കെ ഇതിനോടകം തന്നെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം. നിരവധി കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ. എന്തായാലും ഇപ്പോഴും അവിടെ ശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇടതടവില്ലാതെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ? അപ്പോൾ കൂടുതൽ സങ്കീർണമാകുമല്ലോ സാഹചര്യം. മഴ തുടർന്നാൽ സാഹചര്യം സങ്കീർണമാകും ആര്യ. നിലവിൽ എന്തായാലും മഴയുണ്ട്. അത് ഒരുപക്ഷെ കുറഞ്ഞാൽ, അതിന്റെ ശക്തി കുറഞ്ഞാൽ ആശ്വാസമാകും. ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത് പടിഞ്ഞാറൻ മേഖല തന്നെയാണ്. അതായത് കുമരകം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഐമനം, തിരുവാർപ്പ്, ഒപ്പം തന്നെ ആർപ്പൂക്കര പോലുള്ള പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ, വൈക്കം മേഖലയുടെ വിവിധ ഭാഗങ്ങൾ, ഇതിന്റെയൊക്കെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഇവിടെയൊക്കെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പലരും ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. നിരവധി ആളുകൾ, ഏതാണ്ട് 300-ലധികം ആളുകൾ വിവിധ ക്യാമ്പുകളിൽ തുടരുന്നുണ്ട്. കോട്ടയം താലൂക്കിലാണ് ഈ ഒരു വെള്ളക്കെട്ട് ഏറ്റവും രൂക്ഷമായി തുടരുന്നത്. എന്തായാലും മേഖലയിൽ മഴ തുടരുന്നുണ്ട്. പക്ഷേ അപകട നിലയിലേക്ക് മീനച്ചിലാറ്റിലെയും മണിമലയാറ്റിലെയും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം. അതേസമയം താഴ്ന്ന പ്രദേശങ്ങളിൽ, ഇങ്ങ് കുമരകത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മണിമലയാറ്റിലും മറ്റും ജലനിരപ്പ് ആ നിലയിൽ അപകട നിലയിൽ തന്നെയാണ് ഉള്ളത്. ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ നിരവധിയുള്ള സ്ഥലം കൂടിയാണ് കോട്ടയം. അടുക്കം ഉൾപ്പെടെ തീക്കോയി മേഖല അടക്കമുണ്ട്. അവിടെയെല്ലാം വലിയ ജാഗ്രത തുടരുകയുമാണ്. തീർച്ചയായും ശ്രീജിത്താണ് കോട്ടയത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് എന്നുള്ളതാണ് സാഹചര്യം. മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിരവധി മുന്നറിയിപ്പുകളൊക്കെയും ജനങ്ങൾക്കായി ഭരണകൂടം നൽകുന്നുണ്ട്. അതൊക്കെ കൃത്യമായി പാലിക്കുക, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ആശങ്കയ്ക്കപ്പുറം ജാഗ്രതയോടെ പെരുമാറേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി എന്നുള്ളതാണ്. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. നമുക്കറിയാം, നേരത്തെ അവിടെ നരഭോജി കടുവ ഇറങ്ങിയിരുന്നു. ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കീറി കൊന്നു തിന്നിരുന്നു. ആ കടുവയെ പിടികൂടാനുള്ള ദൗത്യമായിരുന്നു അവിടെ ഇപ്പോൾ ദിവസങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരുന്നത്.
ആ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിലാണിപ്പോൾ മറ്റൊരു പുലി കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ന്യൂസ് ട്രെൻഡ്സിൽ കാണാം. TG സജിത്ത് ചേരും. നമസ്കാരം.